പത്തനംതിട്ട കലഞ്ഞൂരിന് സമീപം മാങ്കോട് 18 കുടുംബങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി കുടിൽ കെട്ടി. ചെങ്ങറ ഭൂസമരത്തിൽ പങ്കെടുത്ത കുടുംബങ്ങളാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സർക്കാർ ഭൂമി കയ്യേറിയത്. സർക്കാർ പട്ടയം അനുവദിച്ച് നൽകിയ ഭൂമി വാസയോഗ്യമല്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ ഞങ്ങളെ ചതിക്കുകയാണ്. ഈ പട്ടിണിപ്പാവങ്ങളായ ഞങ്ങളെ ചതിക്കുക. ഞങ്ങൾക്ക് അവിടെ ഭൂമി തരാം, ഇവിടെ ഭൂമി തരാമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ പട്ടിക്ക് എല്ലും കഷ്ണം എറിഞ്ഞിട്ട് കൊടുക്കും പോലെ ഈ പട്ടിണിപ്പാവങ്ങളായി ഞങ്ങളെ എന്തിനീ സർക്കാർ ഇട്ട് ചതിക്കുന്നു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഭൂമി തരാൻ ഇവർക്ക് ഭൂമി ഈ നാട്ടിൽ, ഈ കേരളത്തിൽ ഇല്ല. വൻകിട കുത്തക മുതലാളിമാർക്ക് കൊടുക്കാൻ, ഹാരിസനും ടാറ്റായ്ക്കും ബിർളയ്ക്കും കൊടുക്കാൻ ഈ കേരളത്തിൽ ഭൂമിയുണ്ട്. ഈ പട്ടിണിപ്പാവങ്ങളായ ഞങ്ങളെ ചതിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വലിച്ചെറിയുന്നു? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് ഭൂമി വേണം. കൊടുമൺ പ്ലാന്റേഷൻ എടുത്തു ചെങ്ങറക്കാരെ കാണുമെന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ് അത് വീണ്ടും അവർ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് 25 വർഷത്തേക്ക്. അപ്പം ഞങ്ങൾക്ക് ഭൂമി തരാനുള്ള യാതൊരു ഉദ്ദേശങ്ങളും ഈ ഗവൺമെൻറ്റിനില്ല. ഇത്രയും നല്ല ഭൂമി, ഇത് സർക്കാർ ഭൂമിയാണ്. ഇത്രയും നല്ല ഭൂമി കിടക്കുമ്പോൾ സർക്കാരിന് നേരെ ഇത് രേഖാമൂലം ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പേപ്പറും കോടതിക്കും കൊടുത്തിട്ടുണ്ട്, റവന്യൂ കമ്മീഷൻ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ശക്തമായ സമരമാണ്. വിലപ്രയോഗം ഉണ്ടായാൽ ഞങ്ങൾ ആത്മബുദ്ധി ചെയ്യും. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷിജോ, കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു ചെങ്ങറ ഭൂസമരം. അവർ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു സർക്കാർ ഭൂമി കൈയേറുമ്പോൾ അനുവദിച്ചു നൽകിയ ഭൂമിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉയർത്തുന്നുണ്ടല്ലേ? അതങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സർക്കാർ ഭൂമിയിൽ ഒരു 18 കുടുംബങ്ങൾ വന്ന് ആ ഭൂമി കയ്യേറി ഒരു കുടിൽ കെട്ടിയത്. അതുമാത്രമല്ല, അതിന് പിന്നിലേക്ക് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ ഭൂസമരം കൂടി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് 2007 തുടങ്ങിയ ചെങ്ങറ ഭൂസമരം നമുക്കറിയാം. അത് 3 വർഷത്തോളം നീണ്ടു നിൽക്കുകയും പിന്നീട് സർക്കാർ ഏതാണ്ട് 1495 കുടുംബങ്ങൾക്ക്, മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകിക്കൊണ്ട് അവരെ വിവിധ ഇടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. കാസർഗോഡ് മുതൽ കാസർഗോഡായാലും കണ്ണൂരായാലും പാലക്കാടായാലും ഇടുക്കിയായാലും അങ്ങനെ തുടങ്ങിയ വിവിധ ഇടങ്ങളിലേക്ക് ഈ ചെങ്ങറ ഭൂസമരത്തിൽ പങ്കെടുത്ത കുടുംബങ്ങളെ സർക്കാർ പട്ടയം നൽകി പുനരധിവസിപ്പിച്ചതാണ്. പക്ഷേ അവിടെ ഇത് പറയുന്ന വേണ്ടത്ര സൗകര്യങ്ങളില്ല, വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം കുടുംബങ്ങൾ അവിടേക്ക് പോകാതെ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ സർക്കാർ മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ പലതവണ പറഞ്ഞിട്ടും ഒന്നും നടപടിയാകുന്നില്ല. കോടതി വരാന്തകൾ കയറിയിറങ്ങുന്നു, എന്നിട്ടും ഇക്കാര്യത്തിനകത്ത് യാതൊരു തീരുമാനവുമാകുന്നില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയൊരു പശ്ചാത്തലത്തിലാണ് 18 കുടുംബങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കലഞ്ഞൂർ പഞ്ചായത്തിന് കീഴിലുള്ള മാങ്കോടുള്ള സ്ഥലത്തെ ഒരു സർക്കാർ ഭൂമി വന്ന് കയ്യേറിയത്. ഈ സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമി കഴിഞ്ഞ കുറേ കാലം ഇപ്പോൾ കേസിൽ കിടക്കുകയാണ്. അതായത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയുടെ ഇടപാട് ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. സർക്കാർ ഈ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് വർഷങ്ങളോളം പാട്ടത്തിന് കൊടുത്തിരുന്നു. പിന്നീട് ഈ പാട്ടത്തുക ഉയർത്തിയതോടുകൂടി ഈ പാട്ടത്തിനെടുത്ത സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ കേസുമായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഈ കോടതി വ്യവഹാരങ്ങളിൽ ഈ ഭൂമി അനന്തമായിട്ട് നീണ്ടുപോയതോടുകൂടി ആ ഭൂമിയിൽ കാട് പിടിച്ച് വല്ലാത്തൊരു സാഹചര്യമായി മാറിയിരുന്നു. ആ ഭൂമിയിലേക്കാണ് ഇപ്പോൾ 18 കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ വന്ന് കയ്യേറി കുളിക്കെട്ടി താമസം ആരംഭിച്ചിരിക്കുന്നത്. അവിടുന്ന് തങ്ങളെ ഇറക്കി വിടാനുള്ള ശ്രമം ഉണ്ടായാൽ ഒരു ആത്മഹത്യ അടക്കം ചെയ്യും എന്നുള്ള ഭീഷണി കൂടി ഈ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ചെങ്ങറ ഭൂസമരത്തിൽ നിന്ന് പട്ടയം വാങ്ങി ഈ കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയപ്പോൾ ആ ഭൂമിയിൽ ഒരു തരത്തിലും വാസയോഗ്യമായിട്ടുള്ള സ്ഥലമല്ല, ആനത്താര അടക്കമുള്ള സ്ഥലങ്ങളാണ്. അവിടെ വന്യജീവി ശല്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു സ്ഥലം ഒരുക്കി തരണം, അതിന് സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം ഞങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 18 കുടുംബങ്ങൾ നിലവിൽ കലഞ്ഞൂർ പഞ്ചായത്തിന് കീഴിലുള്ള മാങ്കോട് വന്ന് സർക്കാർ ഭൂമി കയ്യേറി കുടിൽ കെട്ടി താമസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.